ഓക്കെ, ശ്രീ ഷാജഹാൻ, ഇവിടെ ഈ ഗൂഢാലോചന അദ്ദേഹം പറഞ്ഞത്, അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞത് ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക എന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച വിലയിരുത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഗൂഢാലോചന നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, ഞാൻ തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ്. തുടക്കം മുതൽ തന്നെ ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകം എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ ഞാനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മഞ്ജുഷയുടെ ഹൈക്കോടതിയിലെ ഹർജിയിൽ മഞ്ജുഷ വളരെ വിശദമായി തന്നെ പറയുന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചുള്ള അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അഡ്വക്കേറ്റ് അനിൽ ഇവിടെ വന്ന് വളരെ വിശദമായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ കാര്യം അവതരിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഇത് സമഗ്രമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നാണ്. അതാണ് അനിലിൻ്റെ അവതരണത്തിലെ ഏറ്റവും അതിൻ്റെ ഹൃദയഭാഗം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിൽ പറഞ്ഞതിൽ നിന്നും അഫിഡവിറ്റ് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഗൂഢാലോചനയാണ് എന്ന് ബന്ധുക്കൾ, ഒരുപക്ഷെ അനിലാണെന്ന് തന്നെ എനിക്കറിയില്ല, ഗൂഢാലോചനയാണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എഴുതി നൽകിയതാണ് എന്നാണ് ആ ഹർജിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. എഴുതി നൽകി, അവർ പരിശോധിച്ചില്ല. പ്രശാന്തൻ എന്ന് പറഞ്ഞവന് സ്വന്തമായി ഇത് ചെയ്യാനേ കഴിയില്ല, അതിൻ്റെ പുറകിൽ ആളുകളുണ്ട് എന്നുള്ളത് വ്യക്തമാണെന്നുള്ള കാര്യം ഹർജിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ CBI അന്വേഷണം വേണം എന്നിവർ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ചിട്ട് ഇവർ ആ ഹർജിയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് റീകളക്ട് ചെയ്യുകയാണ്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 21 മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ അഫിഡവിറ്റിൽ. അത് കോട്ട് ചെയ്തിട്ട് അവർ പറയുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ രൂപീകരണം തന്നെ വാസ് ഫ്രോട്ട് വിത്ത് പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റീസ് എന്നാണ് മഞ്ജുഷ ഹർജിയിൽ പറയുന്നത്. ഫ്രോട്ട് വിത്ത് പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപീകരണം തന്നെ അബദ്ധമായിരുന്നു എന്നാണ്. അവരെ ബന്ധപ്പെട്ട വകുപ്പ് കോട്ട് ചെയ്തിട്ട് അവർ പറയുന്നത് ഇതുപോലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ രൂപീകരിക്കുമ്പോൾ സർക്കാർ ഉത്തരവിലൂടെ വേണം അത് രൂപീകരിക്കാൻ. ആ സർക്കാർ ഉത്തരവ് ഇല്ലാതെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചത് എന്നുള്ളത് കൊണ്ട് കോടതി ന്യായമായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവരൊറ്റ തീരുമാനം മതി ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനായിട്ട്. ഇനി പിന്നെ മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരേറ്റവും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ത്രീയാണ് എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഈ പ്രശാന്തൻ്റെ പുറകിൽ ആളുകളുണ്ട് എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അത് വളരെ ഭംഗിയായി, വളരെ ഈ പറഞ്ഞ പോലെ വളരെ മനസ്സിൽ ഉള്ളിൽ തട്ടുന്ന നിലയിലാണ് അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞത്. അതായത് പിന്നെ ജീവിക്കണമെന്ന് ഇനിയും ഒരുപാട് ആഗ്രഹിച്ചൊരു മനുഷ്യൻ, എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വളരെ വൈകാരികമായി പോവുകയാണ് ഞാൻ അതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹർജിയിൽ എ ലവിങ് ഹസ്ബൻഡ് ആൻഡ് എ ഡോട്ടിങ് ഫാദർ എന്ന് പറഞ്ഞത്. ലവിങ് ഹസ്ബൻഡ് ആൻഡ് ഡോട്ടിങ് ഫാദർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മൂത്ത മകളുടെ വിവാഹം, ഇളയ മകളുടെ വിദ്യാഭ്യാസം മുതൽ അവിടുത്തെ കൃഷി പോലും വീട്ടിൽ നടത്താൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു നവീൻ ബാബു എന്നാണ് അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല, അതിലെവിടെയോ ഹർജിയിൽ അഫിഡവിറ്റിൽ എവിടെയോ എഴുതി വെച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു. എന്താണ്, 32 വർഷത്തെ സേവന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു അഴിമതി ആരോപണത്തിൻ്റെ കറപുരളാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനൽ ഏതാണ്ട് ഒരു 10-30-ലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ആ വീഡിയോകളെല്ലാം തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ നവീൻ ബാബുവിനെ കുറിച്ചിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ആ നവീൻ ബാബുവിനെ എൻ്റെ വീഡിയോകൾ ഞാൻ തുടങ്ങുമ്പോൾ സത്യസന്ധനും സൽഗുണ സമ്പന്നനുമെന്നാണ് ഞാൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എനിക്ക് ബോധ്യമാണ് അയാളത് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല എന്നുള്ളത്. അപ്പം അത് കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എങ്ങനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രോട്ട് വിത്ത് പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റീസ് എന്ന് മാത്രമല്ല, അതിനകത്ത് പറയുന്ന വാക്ക് ദ SIT വാസ് ഫങ്ഷനിങ് ഇൻ എ
പ്രിഫങ്ക്ടറി മാനർ എന്നാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. പ്രിഫങ്ക്ടറി മാനർ എന്ന് പറഞ്ഞാൽ വളരെ ഉദാസീനമായിട്ടാണ് അത് പ്രവർത്തിച്ചത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അതിനകത്ത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ആളാണ് ഇതിനകത്ത് പ്രതി എന്നുള്ളത് കൊണ്ട് ബ്യൂറോക്രസിയിലെ ഒരു ജീവനക്കാരനും നവീൻ ബാബുവിന് അനുകൂലമായി മൊഴി കൊടുക്കുന്നില്ല. നവീൻ ബാബുവിൻ്റെ കൂടെ ജോലി ചെയ്തവർ, നവീൻ ബാബുവിൻ്റെ കീഴിൽ ജോലി ചെയ്തവർ, നവീൻ ബാബുവിൻ്റെ മേലുദ്യോഗസ്ഥർ, അവരാരും ഈ കാര്യത്തിൽ വസ്തുനിഷ്ഠമായ മൊഴി കൊടുക്കാൻ തയ്യാറല്ല. കാരണം എന്താണ്? സർക്കാർ അവർക്കെതിരാവും. അപ്പോൾ ആ നിലയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രവർത്തനം അടിമുടി തെറ്റാണ് എന്ന് മഞ്ജുഷ തൻ്റെ ഹർജിയിൽ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ വളരെ നേരത്തെ തന്നെ ഇത് കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് പറഞ്ഞതാണ്. എനിക്ക് അന്നുണ്ടായിരുന്ന ക്ലാരിറ്റിയേക്കാൾ വളരെ കൂടുതൽ ക്ലാരിറ്റി ഇപ്പോൾ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ അനിൽ അവിടെ പറഞ്ഞു, പ്രസംഗത്തിൽ തന്നെ സിവിൽ ഡെത്തിനെ കുറിച്ച് പറഞ്ഞു. സിവിൽ ഡെത്തിൻ്റെ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. സിവിൽ ഡെത്തിനെ കുറിച്ച് അവർ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം എന്താ? സിവിൽ ഡെത്തിനെ കുറിച്ച് അവർ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞത് സിവിൽ ഡെത്തിനെ കുറിച്ച് അവിടെ പറയണമെന്ന് ആരോ അവരെ പറഞ്ഞ് പരിശീലിപ്പിച്ച് വിട്ടതാണ്. അല്ലെങ്കിൽ പി ദിവ്യ എന്ന് പറഞ്ഞ സാധാരണ രാഷ്ട്രീയക്കാരിക്ക് സിവിൽ ഡെത്തിനെ കുറിച്ച് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ സിവിൽ ഡെത്തിനെ കുറിച്ച് അവിടെ പറയുന്നു, മരണത്തിൻ്റെ സൂചന, നിങ്ങൾക്കിതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചന കൊടുത്തിട്ടാണ് പാരിതോഷികം പോലും കൊടുക്കാതെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ പിന്നീട് മനസ്സിലാക്കിയ എന്താണ്? എനിക്ക് 2 മിനിറ്റ് കൂടെ തരണം. ഞാൻ മനസ്സിലാക്കിയ എന്താണ്? ഒരുപാട് അതിഭീകരമായിട്ടുള്ള രഹസ്യങ്ങളുടെ ഭണ്ഡാകാരമായിരുന്നു ഈ നവീൻ ബാബു. അനിൽ പറഞ്ഞ പോലെ ഒരുപാട് ഭൂമി കുംഭകോണങ്ങൾ, ഒരുപാട് പെട്രോൾ ബങ്കുകൾ, ബിനാമി ഇടപാടുകൾ, അതെല്ലാം അറിയാവുന്ന ഒരു രഹസ്യത്തിൻ്റെ കലവറയായിരുന്നു നവീൻ ബാബു പത്തനംതിട്ടയിൽ ചെല്ലരുതെന്ന് പത്തനംതിട്ടയിലെ മാഫിയകളും ആഗ്രഹിച്ചിരുന്നു. നേരത്തെ നവീൻ ബാബു കുറേ വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ ക്വാറി മാഫിയക്കെതിരെ ശക്തമായ നിലപാടെടുത്താണ് നവീൻ ബാബു. അപ്പോൾ പത്തനംതിട്ടയിൽ ചെല്ലരുത്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇവിടുന്ന് ജീവനോടെ പോകാൻ പാടില്ല എന്ന് തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൻ്റെ ആദ്യ സൂചനയായിരുന്നു പി ദിവ്യയുടേത്. അത് കൊടുത്തിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി. അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അയാൾ ഈ അനിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആരും അയാളുടെ കൂടെ ഇല്ലാതെ അയാൾ അവിടുന്ന് പോകുന്നു. മനസ്സിലായില്ലേ? ഈ ഷറഫുദ്ദീൻ എന്ന അവൻ്റെ പേരെന്താ, ഡ്രൈവറുടെ ഷറഫുദ്ദീൻ, ഏതോ ഒരുത്തൻ ഡ്രൈവർ, അയാൾ മാത്രമായിട്ട് പോകുന്നു. മുന്നീശ്വരം കോയിലിൻ്റെ അവിടെ ഇറങ്ങുന്നു. എങ്ങനെയാണ് മുന്നീശ്വരം കോവിലിൻ്റെ അവിടെ ഇറങ്ങുന്നത്? അത് വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഇറങ്ങുന്നത് എങ്ങനെയാണ്? കാസർഗോഡ് നിന്ന് ഒരു ഫോൺ വിളി കിട്ടിയതിനെ തുറന്നിട്ടാണ് നവീൻ ബാബു അവിടെ ഇറങ്ങുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള പണി അവിടുന്ന് തുടങ്ങി എന്നാണ്. എനിക്ക് കിട്ടിയ വിവരം, ആധികാരികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഒന്നുകിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ക്രിമിനലുകളോ അല്ലെങ്കിൽ CPM ഇതുപോലെ കൊലപാതകം നടത്താൻ വേണ്ടി അവർ പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ഡിഫൻസ് ടീം എന്ന് പറഞ്ഞ് ഒരു വലിയ ടീമിനെ അവിടെ CPM ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവരോ ഈ മുന്നീശ്വരം കോവിലിൽ ഈ നവീൻ ബാബു ഇറങ്ങിയതിന് ശേഷം അവർ നവീൻ ബാബുവിനെ ഒരു വെള്ള ഇന്നോവയിൽ, അത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ്, ഒരു വെള്ള ഇന്നോവയിൽ ഈ ഒന്നുകിൽ സ്പെഷ്യൽ ഡിഫൻസ് ടീമോ അല്ലെങ്കിൽ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ക്രിമിനലുകളോ കൊണ്ടുപോയതായിട്ടാണ് എനിക്കുള്ള വിവരം. ഇനി ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടെ ഞാൻ പറയാം. അന്ന് രാത്രി പി ദിവ്യയുടെ വീടിന് മുന്നിൽ ദുരൂഹമായ അവസ്ഥയിൽ ഒരു വെള്ള ഇന്നോവ കാറ് വന്നിരുന്നതായിട്ടാണ് വിവരം. ആ ഇന്നോവ കാറിൽ നിന്ന് പി ദിവ്യയുടെ വീട്ടിലേക്കൊരു ഫോൺ കോൾ പോയെന്നും പി ദിവ്യ ഇതുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനെ എന്നെ ബന്ധപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ ഇന്നോവ അവിടുന്ന് പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഒരു പക്ഷേ നവീൻ ബാബു ജീവനോട് കൂടിയോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടോ ആ ഇന്നോവയിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവിടുന്ന് തിരിച്ച് ഈ ഇന്നോവയിൽ നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ എത്തുകയോ അല്ലെങ്കിൽ ഇവരെത്തിക്കുകയോ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ്. അല്ല, ഈ ക്വാർട്ടേഴ്സൊക്കെ പൂട്ടി താക്കോലൊക്കെ ഏൽപ്പിച്ചു പോയ ആള് പിന്നെ എങ്ങനെ തിരിച്ച് ക്വാർട്ടേഴ്സിൽ വീണ്ടും തിരിച്ചു ചെല്ലുന്നു? എങ്ങനെ തുറക്കുന്നു? വീണ്ടും തിരിച്ചവരവിടെ കൊണ്ടുചെല്ലുന്നു. കൊണ്ടുചെന്നതിന് ശേഷം അയാളെ വീട്ടിലേക്ക് ഫോൺ ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്.
അങ്ങനെ ഒന്നുകിൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് മരണപ്പെട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു മയക്കത്തിലോ ചെല്ലുന്ന നവീൻ ബാബുവിനെ ഈ ബന്ധപ്പെട്ട ആളുകൾ ചുറ്റും കൂടിയിരുന്നിട്ട് കയറി അങ്ങ് തൂങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ പോരെ? അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. ഇത് അനിൽ തന്നെ പറഞ്ഞു. പലരും കൊലപാതകം ആത്മഹത്യയായിട്ടുണ്ട്. എതിർക്കുന്ന CPM നേതാക്കന്മാരെ, ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ എതിർക്കുന്ന CPM നേതാക്കന്മാരെ കൊന്നിട്ട് അത് RSSന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആനുഷംഗികമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന PK കുഞ്ഞനന്ദൻ, ആ കുഞ്ഞനന്ദനെ കുറിച്ചിട്ട് ആ കാലഘട്ടത്തിൽ പിന്നെ TP സെൻകുമാർ എന്നോട് പറഞ്ഞു, ഷാജഹാൻ TP സെൻകുമാറിനെ അല്ല ഈ PK കുഞ്ഞനന്ദനെ പിടിക്കാനാണ് ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് സെൻകുമാർ? അപ്പോൾ പറഞ്ഞു RSSകാരെ കൊല്ലാനുള്ള ഗൂഢാലോചനയെല്ലാം നടത്തിയിട്ട് കൊല്ലുന്ന സമയത്ത് ഈ PK കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ടാവും. SI-യുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പോലീസുകാരെ യമകാലൻ കുഞ്ഞനന്ദൻ എന്ന് വിളിക്കുന്നത് കേട്ടിരുന്നു. അപ്പോൾ 5 മണിക്കാണ് RSSകാരൻ മരിക്കുന്നതെങ്കിൽ 5 മണിക്ക് PK കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അല്ലെ എങ്ങനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ കൊല്ലാനൊക്കെയുള്ള നല്ല വഴികൾ അവരുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നെ ഇയാളെ തീർത്തതാണ്. എന്നോട് അനിൽ ക്ഷമിക്കണം, ഇയാളെ അവസാനിപ്പിച്ചതാണ്, ഇയാളെ പച്ചയ്ക്ക് കൊന്നതാണ്, ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ അവരവിടെ നടത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് തീർത്തോളാം. ഈ സംഭവം നടന്ന് ഉടനെ തന്നെ എന്തോ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു SI-യോ അല്ലേ, ശ്രീജിത്ത് എന്തോ ഒരു കോടേരി എന്ന് പറഞ്ഞ ഒരു SI-യോ CA-യോ ആണ്, CPM-കാരനാണെന്ന്. അയാളെയാണ് ആദ്യം ഈ ബന്ധപ്പെട്ടവർ ഈ വിവരം അറിയിക്കുന്നത്. ആ സ്ഥലം പോയി അവിടെ പെട്ടെന്ന് ചെന്ന് എല്ലാം വൃത്തിയാക്കിക്കോളാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോടേരിയും ഒരു സംഘം പോലീസുകാർ കൂടിയാണ് ആദ്യം ഈ മരണം നടന്ന സ്ഥലത്ത് വരുന്നത്. അവിടെ ചെല്ലാൻ അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറും പിന്നീട് അവിടുത്തെ DCC പ്രസിഡൻറ്റും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആദ്യം കയറ്റിയില്ല. പക്ഷേ കയറ്റുന്നതിന് മുമ്പ് ആദ്യം ഗേറ്റ് അടച്ചു വെച്ചു. ഗേറ്റ് അവസാനം അവർ നിർബന്ധപ്രകാരം തുറന്ന് കയറുന്നതിനിടയിൽ അവിടെ എല്ലാ അന്വേഷണങ്ങളും നടത്തി എല്ലാം വൃത്തിയാക്കി ഈ മൃതദേഹം എടുത്ത് നിലത്തിട്ടിരുന്നു. അല്ല, ഒരു എവിടെയോ കട്ടിലോ മറ്റോ ഇട്ടിരുന്നു. എല്ലാം ക്ലിയർ ആക്കിയിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പെല്ലാം എവിടെയോ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സംശയവും വേണ്ട, ഇത് കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അവസാനം ഒരു സെൻറ്റൻസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തീർത്തുകൊള്ളാം. പക്ഷേ ഈ ഹൈക്കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ സംബന്ധിച്ച് എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. ഇന്നലെ ന്യായാധിപനായിട്ടുള്ള കൗസർ എടപ്പകത്ത് എന്ന് പറയുന്ന ആള്, അഭിഭാഷകൻ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ, ഞാനതൊരു വീഡിയോയിലും ചെയ്തിരുന്നു, അതിൽ കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിഷയം. ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ മഞ്ജുഷയ്ക്കെതിരായിരുന്നു. അസംബന്ധമായിട്ടുള്ള ചോദ്യമാണ് ആ ജഡ്ജി ചോദിച്ചത്. ആ ജഡ്ജി ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ്, ഇതാരാണ് ഇത് അന്വേഷിക്കുന്നത്? ഉടനെ പറഞ്ഞു SP ആണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. SP ആണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഈ കൗസറുടെ പകത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കമ്മീഷൻ അന്വേഷിച്ചുകൂടാ? ഞാൻ ചോദിക്കുന്നത്, ഈ ജഡ്ജി കേരളത്തിലല്ലേ ജീവിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, മാർക്സിസ്റ്റ് പാർട്ടിയെ, കണ്ണൂരിലെ പാർട്ടിയെ അറിയാൻ മേലഞ്ഞിട്ടാണോ? അവസാനം ഒരു തെളിവുമില്ലാതെ എങ്ങനെയാണ് ഇതാണെന്ന് പറയുക? നിങ്ങളിത് ആദ്യം ഹോമിസൈഡ് എന്നല്ലേ, സൂയിസൈഡ് എന്നല്ലേ പറഞ്ഞത്, പിന്നെ നിങ്ങൾ ഹോമിസൈഡാണെന്ന് മാറ്റി പറഞ്ഞില്ലേ എന്നൊക്കെയുള്ള ഒരു അസ്കിയത, ഒരു അസ്വസ്ഥത പിന്നെ ഇന്നലെ ആ ന്യായാധിപന് കണ്ടു എന്നുള്ള ഒരു ആശങ്ക ഞാനൊരു പക്ഷേ ഒരു ദോഷൈകതർക്കായതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത്. അത് ഞാൻ കാലയെ കൂട്ടി അഡ്വക്കേറ്റ് അനിലിനെയൊക്കെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള വാദം നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ നടത്തിയാൽ മാത്രമേ, കാരണം ഞാൻ ഒരു വാദം കൂടെ പറഞ്ഞു തീർത്തു. അപ്പം കഴിഞ്ഞ ദിവസം സിയാദ് റഹ്മാൻ എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ ബെഞ്ചിൽ നിന്ന് ഒരു വിധി വന്നു. എന്താ വിധി വന്നത്? മറ്റേ സിദ്ധാർത്ഥൻ്റെ കൊലപാതകികളായിട്ടുള്ള പ്രതികൾക്ക് മുഴുവൻ അവരെ ഡീബാർ ചെയ്ത് മുഴുവൻ പിന്നെ അദ്ദേഹം റദ്ദാക്കി, അവരെല്ലാം അങ്ങ് വെള്ളരിപ്രാവുകളായി പറക്കാൻ വിട്ടു. ആ ജഡ്ജിമെൻറ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വായിക്കുകയായിരുന്നു. അതിനകത്ത് ഈ ജഡ്ജിക്ക്, ഈ സിയാദ് റഹ്മാൻ ഈ പ്രതികളുടെ സ്വാഭാവിക നീതി പിന്നെ ലംഘിച്ചതിനെ കുറിച്ചിട്ട് അങ്ങ് വിങ്ങുകയാണ്. ആരുടെ? ഈ സിയാദ് റഹ്മാൻ്റെ മനസ്സ്. ഈ പ്രതികളുടെ നാച്ചുറൽ ജസ്റ്റിസ് വാസ് വയലേറ്റഡ് എന്ന് എത്ര സ്ഥലത്ത് വെച്ചാണെന്നറിയോ ഈ ന്യായാധിപൻ പറയുന്നത്. പക്ഷേ ആ ന്യായാധിപൻ ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരനെ 2 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ കൊലവിളിച്ച ആ സിദ്ധാർത്ഥന് സ്വാഭാവിക നീതി നിഷേധിച്ചതിനെ കുറിച്ചിട്ട് ഒന്നും വിങ്ങലൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹൈക്കോടതിയുടെ അവസ്ഥ എന്ന്
ഉള്ള ഒരു മുൻധാരണ ഉണ്ടാവണം. എനിക്ക് ഈ ജോൺ റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകനെ കുറിച്ചിട്ട് വലിയ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് വിജയം നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ആശങ്കകൾക്ക് കൂടി എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തായിട്ടുള്ള നവീൻ ബാബുവിൻ്റെ ബന്ധു അഭിഭാഷകനൊന്ന് മനസ്സിൽ കരുതി വെച്ചേക്കണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാം. യെസ്.